അസമത്വം അകറ്റി നിർത്തിയ പ്രവാചക ശൈലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസമത്വം അകറ്റി നിർത്തിയ പ്രവാചക ശൈലി എന്ന വിഷയാധിഷ്ഠിതമായി നാം സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് പ്രവാചകൻ മുന്നോട്ട് വെച്ച തൗഹീദ് എന്ന് പറയുന്ന കാര്യത്തെ തന്നെയാണ് നാം ആദ്യം സൂചിപ്പിക്കേണ്ടത്. തൗഹീദ് എന്ന് പറയുന്ന മോണോഇത്തിസത്തെ മുന്നോട്ട് വെക്കുന്നതിലോടുകൂടി അവിടെ അസമത്വം എന്ന് പറയുന്ന ഭാബയെ ക്ലോസ് ചെയ്യുകയാണ്. അതോടുകൂടിയിട്ട് എല്ലാവരും ഒരു തൗഹീദിൽ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസികളായിട്ടാണ് പ്രവാചകൻ പിന്നീട് വിശ്വാസികളെ പരിചയപ്പെടുത്തുന്നത്. ഓൾ ഹ്യൂമൻസ് ആർ ഫ്രം ആദം ആൻഡ് ആദം ഈസ് ഫോംഡ് ഡസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ആയത്തിലൂടെ, അല്ലെങ്കിൽ ആ അർത്ഥം വരുന്ന ആയത്തിലൂടെ പ്രവാചകൻ സമൂഹത്തിലോട് പറഞ്ഞു വെച്ചത് എല്ലാവരും സമത്വമാണ്, എല്ലാവരും ആദമിൽ നിന്നുണ്ടായതാണ്, ആദമോ മണ്ണിൽ നിന്നുണ്ടായതാണ്. അല്ലാതെ അവരുടെ ഇടയിൽ വിഭജനങ്ങളിലൂടെ ഉള്ള വാക്കുകളല്ല പ്രവാചകൻ ഉപയോഗിച്ചത്, മറിച്ച് ഈ രീതിയിലുള്ള സമത്വത്തിന്റെ ഏറ്റവും നല്ല മാതൃകളായ വാക്കുകളായിരുന്നു. അതില്ലേ പ്രവാചകൻ മദീനയിലേക്ക് കടന്നു വന്ന സമയത്ത് അവിടെ യഹൂദരുണ്ടായിരുന്നു, ക്രൈസ്തവരുണ്ടായിരുന്നു. അവരുടെ എല്ലാം ഇടയിൽ നല്ല രീതിയിൽ സമൂഹവർത്തത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് മദീന ചാർട്ടർ എന്ന് പറയുന്ന ഈ ലോകത്ത് അല്ലെങ്കിൽ ഇന്ന് ചരിത്രത്തിൽ നാം കാണേണ്ട ഏറ്റവും നല്ല സമത്വത്തിന്റെ വലിയൊരു ഭരണ സംവിധാനം പ്രവാചകൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയല്ലേ പ്രവാചക സമത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നാം മുന്നോട്ട് വെക്കേണ്ടത്. നാം മനസ്സിലാക്കണം അന്നത്തെ അറേബ്യയിലെ അവസ്ഥയെക്കുറിച്ച്. അടിമത്വം കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് മനുഷ്യനാണെന്ന അവകാശം പോലും ഇല്ലാത്ത കാലഘട്ടം. ആ കാലഘട്ടത്തിലല്ലേ ബിലാൽ തങ്ങളെ റസൂൽ ചേർത്ത് പിടിച്ചത്. ബിലാൽ തങ്ങൾ തൻ്റെ അടിമത്തമോചനം ലഭിച്ചതിന് ശേഷം പ്രവാചകന്റെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട്. പ്രവാചകൻ ചോദിച്ചു, എന്തിനെ രാത്രി കടന്നു വന്നതെന്ന് ചോദിച്ചപ്പോൾ ബിലാൽ തങ്ങൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ വസ്ത്രമില്ല പ്രവാചക, ഞാൻ അതുകൊണ്ട് കുറച്ച് ഇലകൾ എൻ്റെ ശരീരത്തിൽ മൂടി പൊതിച്ചുകൊണ്ടാണ് ഞാൻ രാത്രി പ്രവാചകന്റെ അടുത്തേക്ക് വന്നതെന്ന് പറഞ്ഞപ്പോൾ ആ പ്രവാചകൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയാണ്, കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് ബിലാൽ തങ്ങൾ പറഞ്ഞതെന്താ, പ്രവാചക, എൻ്റെ ഉമ്മ എന്നെ ജനിച്ചതിന് ശേഷം എൻ്റെ ഉമ്മയല്ലാതെ എന്നെ ഈ ലോകത്താരും ചേർത്ത് പിടിച്ചിട്ടില്ല പ്രവാചക. ആ രീതിയിൽ അവിടെയുള്ള കറുത്തവനെയും വെളുത്തവനെയും അടിമയെയും എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ പ്രവാചകൻ തയ്യാറായിരുന്നു. ആരുമില്ലാത്ത എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട സൽമാൻ തങ്ങൾ തൻ്റെ ദീനിനെ തേടിക്കൊണ്ട്, പ്രവാചകത്വത്തെ തേടിക്കൊണ്ട്, യഥാർത്ഥ ദീനിനെ തേടിക്കൊണ്ട് മദീനയിലേക്ക് കടന്നു വന്ന സമയത്ത് പ്രവാചകൻ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. സൽമാൻ അൽ ഫാരിസ് ബിൻ ഇസ്ലാം എന്ന് ആ ഒരു സൽമാൻ അൽ ഫാരിസ് തങ്ങൾക്ക് കൊടുക്കുകയാണ്. ഖുറൈശികൾ ഞാൻ തമീമിയാണെന്ന് പറയുമ്പോൾ സൽമാൻ തങ്ങൾക്ക് കൃത്യമായ നീതിയും സമത്വവും പ്രവാചകൻ അവിടെ ഉറപ്പ് പറയുകയാണ്. തൻ്റെ സഹോദരനായിട്ട് സൽമാൻ തങ്ങളെ കാണുകയാണ്. അവിടെയാണ് സമൂഹത്തിൽ നിരവധി പാവപ്പെട്ടവരുണ്ടാകുമ്പോൾ ഏറ്റവും നല്ല ആദർ സംഹിതകളായ സക്കാത്ത് പോലത്തെ കാര്യങ്ങളെ കൊണ്ട് സമൂഹത്തിലെ സാമ്പത്തിക നീതി ഉറപ്പാക്കിയ പ്രവാചകൻ. സക്കാത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമ്പത്തിൽ നിന്ന് ഏതാനും ചില സമ്പത്ത് അവനിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അത് പാവപ്പെട്ട, ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാത്ത പാവപ്പെട്ടവൻ അവകാശപ്പെട്ടതാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ കാണിച്ചത് സമത്വത്തിന്റെ ഏറ്റവും വലിയ മാതൃകളായിരുന്നു. ഡോക്ടർ ഹംസ യൂസുഫിന്റെ പ്രൊഫറ്റിക് സോഷ്യൽ ജസ്റ്റിസ് മോഡൽ എന്ന് പറയുന്ന ഒരു വലിയ പഠനത്തിൽ കൃത്യമായി പറയുന്നുണ്ട് സക്കാത്തിന്റെ ഏറ്റവും വലിയ മഹത്വത്തെക്കുറിച്ച്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മദീന ചാർട്ടറെ കുറിച്ച് നാം കൂടുതലായിട്ട് പറഞ്ഞു. അതിലെ ആ കാലഘട്ടത്തെ സ്ത്രീയാണെന്ന് ജനിച്ചതെന്നറിഞ്ഞാൽ പാവപ്പെട്ട സ്ത്രീകളെ ജീവനോട് കുഴിച്ചു മൂടിയിരുന്ന അറേബ്യയുടെ അന്തമായ ആ സമൂഹത്തിൽ പ്രവാചകൻ അവിടെ പറഞ്ഞു വെക്കുകയായിരുന്നു, സ്ത്രീ എന്ന് ആരെങ്കിലും രണ്ട് സ്ത്രീകളെ പോറ്റി വളർത്തിയാൽ അവനും ഞാനും സ്വർഗത്തിൽ ഒരുമിച്ചാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സമത്വത്തിന്റെ ഏറ്റവും നല്ല മാതൃകകൾ പറഞ്ഞു വെക്കുകയായിരുന്നു. സ്ത്രീക്ക് ഒരു അവകാശം പോലും ലഭിക്കാത്ത, സ്ത്രീക്ക് പഠിക്കാനോ വിദ്യാഭ്യാസം എന്നതിലപ്പുറത്തേക്ക് ജീവിക്കാൻ പോലും അവകാശമില്ലാത്ത കാലഘട്ടത്തിൽ പ്രവാചകൻ ആ സ്ത്രീയുടെ ഏറ്റവും നല്ല മാതൃകകളെയും സ്ത്രീയെ ഒരു മനുഷ്യനായി പരിഗണിക്കുന്ന രീതിയിൽ ആ സന്ദർഭത്തിൽ നിന്ന് പ്രവാചകൻ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ അത് തൻ്റെ സ്ത്രീയോട്, ഭാര്യയോട് നല്ല രീതിയിൽ വർത്തിക്കുന്നവനാണെന്നും പ്രവാചകൻ അതിനോട് ചേർത്ത് പറയുകയാണ്. ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അഅ്ജമിയ്യിൻ എന്ന കൃത്യമായ അറബിക്ക് അഅ്ജമിയേക്കാൾ സ്ഥാനമില്ലെന്ന പ്രവാചകന്റെ ഏറ്റവും നല്ല സമത്വബോധമാണ് നാം ഈ ഒരു വിഷയത്തിൽ കൈക്കൊള്ളേണ്ടത്. അന്നത്തെ അറേബ്യയിൽ, ഒന്നുമില്ലാത്ത അറേബ്യയിൽ ചരിത്രം ഡാർക്കനേജ് എന്ന അസമത്വത്തിൻ്റെയും അസംസ്കൃതതയുടെയും ഏറ്റവും ക്രൂരതകൾ നടമാടിയ ആ ക്രൂരമായ അറേബ്യയുടെ മണ്ണിൽ പ്രവാചകൻ സമത്വത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകകൾ എന്നേക്കുമായിട്ട് പ്രവാചകൻ തൻ്റെ വാക്കുകളിലൂടെ മുന്നോട്ട് വെക്കുകയായിരുന്നു. അടിമകൾക്കെന്ന് അവകാശബോധമുണ്ടായി, അന്ന് അവിടെയുള്ള സ്ത്രീകൾക്ക് അവകാശബോധമുണ്ടായി, മരിച്ചു കിടക്കുന്ന മയ്യത്തിന് പോലും അവകാശമുണ്ടായ രീതിയിൽ പ്രവാചകൻ അവിടെ നീതിയുടെ, അസമത്വത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകകൾ മുന്നോട്ട് വെക്കുകയായിരുന്നു. പാവപ്പെട്ടവന് സ്വതക്ക നൽകാനും നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് അത് പാവപ്പെട്ടവന് കൊടുക്കാനും പ്രവാചകൻ അവിടെ നിന്ന് കൽപ്പിക്കുകയായിരുന്നു. ആ പ്രവാചകന്റെ പാഠങ്ങളാണ് സമത്വത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകകളായിട്ട് നാം സമൂഹത്തിനോട് പറഞ്ഞു വെക്കേണ്ടതെന്ന് നാം ആദ്യമായി പറഞ്ഞു വെക്കുകയാണ്. ഈ സമത്വം എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സമത്വം എന്നുള്ളത് സാമ്പത്തിക സമത്വമാണ്. ലോകത്ത് സാമ്പത്തിക സമത്വത്തെ ആസ്പദമാക്കി ഉണ്ടാക്കിയ ഏറ്റവും വലിയ തത്വശാസ്ത്രമാണ് കമ്മ്യൂണിസം.
ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരമേ ഇല്ലാത്ത ഒരു കാലത്തെ അത് മുന്നോട്ട് വയ്ക്കുന്നു. എത്രയോ ആളുകളെ പ്രചോദിപ്പിച്ചു. ഇസ്ലാമിന്റെ സാമ്പത്തിക സമത്വം എന്ന ആശയവും ഇതും തമ്മിൽ എന്തെങ്കിലും ഏറ്റുമുട്ടലുണ്ടോ? കമ്മ്യൂണിസം അതിനേക്കാൾ ഉത്കൃഷ്ടമാണോ? ഇസ്ലാം ഏതാണോ ഉത്കൃഷ്ടമായിരിക്കുന്നത്? അല്ലെങ്കിൽ ഇസ്ലാം എപ്പോഴെങ്കിലും ഈ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള മുഴുവൻ അന്തരവും ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതെ, രണ്ട് തത്വങ്ങളെയും അല്ലെങ്കിൽ ഇസ്ലാം കമ്മ്യൂണിസം എന്ന് പറയുന്ന രണ്ടും മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഒന്നായിരിക്കാം. പാവപ്പെട്ട കർഷകൻ അവകാശബോധം ഉണ്ടാക്കാനും സാമ്പത്തിക നിലയിൽ സമത്വം ഉണ്ടാക്കാനെല്ലാം ആ കമ്മ്യൂണിസം പറയുന്നുണ്ടാകാം. എന്നാൽ അതിനുവേണ്ടി സ്വീകരിച്ച നടപടികൾ അത് ഇസ്ലാമിനോട് യോജിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇസ്ലാം കൃത്യമായി സമൂഹത്തിൽ സമത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രസൻറ്റേഷനിൽ പറഞ്ഞതുപോലെ, അതായത് സമൂഹത്തിൽ ഏറ്റവും സമ്പത്തുള്ള ഒരാളുടെ സമ്പത്തിൽ നിന്ന് അതല്പം അവൻ്റെ അവകാശമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്കും സ്വതക്ക അതുപോലെ ഹദിയ എന്ന നല്ല ആദർ സംഹിതകളെ അത് ഇസ്ലാം മുന്നോട്ട് വെച്ചുകൊണ്ട് സമൂഹത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥയെ നല്ല രീതിയിൽ കൊണ്ട് നടക്കാനും അവിടെയുള്ള പാവപ്പെട്ടവന് ഏറ്റവും നല്ല സമ്പത്ത് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ ജീവിതത്തെ പോലും പരിഗണിച്ചുകൊണ്ട് സക്കാത്ത് പോലത്തെ ആദർ സംഹിതകൾ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. കമ്മ്യൂണിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിൻ്റെ നിരവധി ആശയങ്ങൾ ഇസ്ലാമുമായിട്ട് നാം താരതമ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇസ്ലാമുമായിട്ട് അത് കോൺട്രഡിക്ഷൻ വരുന്നത് തന്നെയാണ്. കമ്മ്യൂണിസം മതം എന്ന് പറയുന്ന ഒന്നുപോലും അംഗീകരിക്കാതിരിക്കുമ്പോൾ കമ്മ്യൂണിസത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ നാം അതിനെ സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും തരത്തിൽ നമുക്ക് സംഭവിക്കാവുന്നതല്ല. കാരണം ഏത് നിലക്ക് നോക്കിയാലും കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കമ്മ്യൂണിസം പറയുന്നുണ്ടാവും, ഞാൻ പറഞ്ഞു, അതിൻ്റെ മാർഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിൽ നാം ചിന്തിക്കേണ്ടത്. ഇസ്ലാം മുന്നോട്ട് വെച്ച മാർഗങ്ങൾ അത് മാനുഷികമായിരുന്നു, അത് നല്ല രീതിയിലായിരുന്നു, സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന മൊറാലിറ്റിയെ ഉൾക്കൊണ്ടുവച്ച ഏറ്റവും നല്ല മാതൃകളായിരുന്നു. കമ്മ്യൂണിസത്തിൻ്റെ വേകൾ ഈ ഒരു കാര്യങ്ങളെ പരിഗണിക്കാം, ഏറ്റവും നല്ല ചിന്തകൾ മുന്നോട്ട് വെച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് ആ ഒരു ആശയത്തെ അംഗീകരിക്കണമെന്നില്ല. അത് ആ ഒരു നിലക്ക് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ സാമ്പത്തിക സമത്വം നിലവിൽ വന്നാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ സാമ്പത്തിക സമത്വത്തെയാണ് ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്. സാമ്പത്തിക സമത്വം നിലവിൽ വന്നാൽ സക്കാത്തിൻ്റെയും സ്വതക്കയുടെ ഒക്കെ പ്രാധാന്യം എന്താണ്? അതിൻ്റെ പ്രായോഗികത എങ്ങനെയാണ്? മാത്രമല്ല പാവപ്പെട്ടവനെ സഹായിക്കണം എന്നാണ് എല്ലാ കാലത്തും ഇസ്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാവപ്പെട്ടവനില്ല എന്നുള്ള രീതിയിൽ എല്ലാവരും സമത്വ സുന്ദരമായുള്ളൊരു ലോകം നിലവിൽ വന്നാൽ പിന്നെ എന്തിനാണ് സ്വതക്കയെയും സക്കാത്തിനെയൊക്കെ ഇസ്ലാം പ്രൊമോട്ട് ചെയ്യണത്? ആദ്യമായ സമത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിൽ അത് പൂർണ്ണമായ ക്വാലിറ്റി സമത്വം കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ആ സമത്വം പടച്ച റബ്ബിൻ്റെ പ്രപഞ്ചം അവസാനിച്ചിട്ട് പടച്ച റബ്ബിൻ്റെ പരലോകത്തേക്കുള്ള ആ ഒരു യാത്രേൻ്റെ അവസാനമാണ്, അല്ലെങ്കിൽ ആ യാത്രയിലാണ് നമുക്ക് സമത്വത്തെ കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായ സമത്വം ഒരു മനുഷ്യന് അത് അനുഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ തിയറികൾ കൊണ്ടൊന്നും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഇത്തരം സംഭവങ്ങൾ കൊണ്ടൊന്നും സമത്വ സുന്ദരമായ ഒരു ലോകം സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. അതായത് സമ്പത്ത് ഏറ്റവും സമ്പത്തുള്ള ആള്, മുഴുവൻ ആളുകളും ഒരുപോലെ സമ്പത്തുള്ള ആള് എന്ന് നമുക്കൊരിക്കലും ആ രീതിയിൽ കാണാൻ സാധിക്കില്ല. എല്ലാവർക്കും ഒരുപോലെ സമ്പത്ത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതായാലും ഒരു സാമൂഹിക ജീവിതമാകുമ്പോൾ അതിൽ കൂടുതൽ സമ്പത്തുള്ളവനുണ്ടാകാം, അതിൽ പാവപ്പെട്ടവനുണ്ടാകാം. ഈ ഒരു അന്തരീക്ഷത്തിൽ ഇസ്ലാം മുന്നോട്ട് വെച്ച സക്കാത്ത് ഏത് കാലത്തും അത് പ്രായോഗികമാണ് എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.